إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ ലോകത്ത് കിഴക്കും പടിഞ്ഞാറുമുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകപ്പെട്ടവർ അവരുടെ ഖിബലയായ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കഅബയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വാക്കുകൾ, അവർ പറയുന്ന വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുള്ള മറുപടിയാണ്. അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യലാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന തൽബിയത്തിന്റെ വാചകം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്നോടുള്ള എല്ലാ ഇഷ്ടത്തോടുകൂടിയും നിന്നെയാണ് മറ്റെന്തിനേക്കാളും ഞങ്ങൾ സ്നേഹിക്കുന്നത്. നിന്റെ ഏകത്വത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ വിളിക്കതാ ഉത്തരം ചെയ്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ, നിനക്കൊരു പങ്കുകാരനുമില്ല, നീ ഏകനാണ്, നീ ഏകനായി ആരാധിക്കപ്പെടേണ്ടവനാണ്. ലബ്ബൈക ഇന്നൽ ഹംദ്, നിനക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു. എല്ലാ മഹത്വവും അല്ലെങ്കിൽ എല്ലാ ഹംദും എല്ലാ സ്തുതിയും നിനക്ക് മാത്രമാണ്, നീയാണ് അതിന് അർഹനായിട്ടുള്ളവൻ. അതുപോലെ തന്നെ വന്നിഅമത, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിന്നിൽ നിന്ന് മാത്രമാണ്. ലക വൽ മുൽക്ക്, നിനക്കാണ് എല്ലാവിധ ആധിപത്യമുള്ളത്, എല്ലാവിധ അധികാരവുമുള്ളത് നിനക്കാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല. സഹോദരങ്ങളെ, ഹജ്ജിന് ഉത്തരം പറയുന്ന ഈ കലിമത്തിന്റെ ആശയം വളരെ വ്യാപ്തമാണ്, വളരെ വലുതാണ്. തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ് ഹജ്ജ് എന്ന കർമ്മം നിലകൊള്ളുന്നത്, ഇസ്ലാം ദീന് തന്നെ നിലകൊള്ളുന്നത്. ആ തൗഹീദിന്റെ പൂർത്തീകരണത്തെ അറിയിക്കുന്ന കാര്യമാണ് ഹജ്ജ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ നിർമ്മിക്കാനുള്ള സ്ഥാനം പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നും പങ്കു ചേർക്കപ്പെടാത്ത അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നാം അതാ കാണിച്ചു കൊടുത്തു എവിടെയാണ് കഅബ നിർമ്മിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. അല്ലാ തുശ്രിക് ബി ശൈആ, അതോടൊപ്പം പറഞ്ഞു എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. വതഹ്ഹിർ ബൈതിയ ലിത്വായിഫീന വൽഖായിമീന വറുക്ഇ സുജൂദ്, നിന്നും റുക്കൂഇലായിക്കൊണ്ടും സുജൂദിലായിക്കൊണ്ടും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ആ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അതിനെ എല്ലാ രീതിയിലും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അതുപോലെയുള്ള എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും അതിനെ ശുദ്ധീകരിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് ഹജ്ജിന് വേണ്ടി ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. വഅദ്ദിൻ في الناس بالحج يأتوك رجالا وعلى كل ضامن يأتين من كل فج عميق, ഹജ്ജിന് വേണ്ടി ജനങ്ങളെ നീ ക്ഷണിക്കുക. അങ്ങനെ ആളുകൾ എല്ലാവിധ മലമ്പാതകളിൽ നിന്നും മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണെങ്കിലും അവർ ആ ഹജ്ജ് നിർവഹിക്കാൻ എത്തിച്ചേരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അറിയിച്ചു. അതെ, തൗഹീദിന്റെ പൂർത്തീകരണവും തൗഹീദിന്റെ സാക്ഷാത്കാരവുമാണ് ഹജ്ജ്. ഇനി സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ പറ്റി പറയുമ്പോഴും ഹജ്ജിന്റെ കർമ്മങ്ങളെ പറ്റി പറയുമ്പോഴും പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ഇബാദത്തുണ്ട്. ഹജ്ജ് നിർവഹിക്കുന്ന ഹാജിമാരും അതല്ല അതിനെ പ്രതീക്ഷിക്കുന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ട ഇബാദത്തുകൾക്കകത്തെ രഹസ്യം, എല്ലാ ഇബാദത്തിലും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. അതിനുശേഷം ഹജ്ജിനെ പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ് ലിയശ്ഹദു മനാഫിഅ ലഹും. അതെ, ആ ഹജ്ജിനെത്തുന്നത് വഴി ദീനിയായിട്ട് അവർക്കുള്ള നേട്ടങ്ങൾ അവർക്ക് ലഭിക്കാൻ, ദുനിയവിയായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതും അവർക്ക് ലഭിക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു വയദ്കുറുസ്മല്ലാഹ് ഫി അയ്യാമിൻ മഅലൂമാത്. അതെ, അറിയപ്പെട്ട ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കാൻ വേണ്ടി. അറിയപ്പെട്ട ദിവസങ്ങൾ എന്നുള്ളത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം, നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസം പ്രത്യേകം അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് പറഞ്ഞു. ഹജ്ജിന് മുമ്പുള്ള സമയമായിക്കൊണ്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന അതിനുവേണ്ടി ഒരുങ്ങിയെത്തിയിട്ടുള്ള ആ സമയങ്ങളിൽ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം ഹജ്ജിന്റെ ഓരോ സന്ദർഭത്തിലും ഓരോ സമയത്തും ഓരോ ഇബാദത്തിന്റെ സമയത്തും അല്ലാഹു തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. നോക്കൂ, അറഫയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഫൈദാ അഫൽതും മിൻ അറഫാത്ത് ഫദ്കുറുല്ലാഹ് ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാലിൻ. അറഫയിൽ നിന്ന് ദുൽഹിജ്ജ 9 ശേഷം അറഫയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മശ്അരിൽ ഹറാമിൽ അഥവാ മുസ്ദലിഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. അള്ളാഹുവാണ് നിങ്ങൾക്ക് വഴി കാണിച്ചത്, ഹിദായത്ത് നൽകിയത്. അതിന് നന്ദി എന്നോണം നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ നോക്കൂ, അവിടെയും ദിക്റിനെ പറ്റി ഓർമ്മിപ്പിച്ചു. അറഫയുടെ സമയത്തും അറഫയിൽ നിൽക്കുന്ന സമയത്തും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അഫ്ളലു ദുആ ദുആ യൗമിൽ അറഫ യൗമി അറഫ വഅഫ്ളലു മാ ഖുൽതു അന വനബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ തൗഹീദിന്റെ പൂർത്തീകരണത്തെ അറിയിക്കുന്ന മഹത്തായ വാക്ക് അവിടെയും ആ ദിക്ർ ചെല്ലാൻ പറഞ്ഞു. അതിനുശേഷം ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ അവിടെയും അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ ഫൈദാ ഖവൈതും മനാസികകും, നിങ്ങൾ അല്ലാഹുവിനുള്ള നിങ്ങളുടെ ഇബാദത്ത് ഹജ്ജ് നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദു ദിക്റ, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സ്മരിക്കുന്നതിനേക്കാൾ അവരെ പറ്റി ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ അധികമായി അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞു. അറബികൾ അവരെ പൂർവ്വപിതാക്കന്മാരെ ധാരാളം ഓർത്ത് പറയാറുണ്ടായിരുന്നു. അതിനേക്കാൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞു. ഹജ്ജിന്റെ ഓരോ ഘട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചു അള്ളാഹുവിനെ ദിക്ർ ചെയ്യണമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമാ ജുഇല അസ്സവാഫു ബിൽ ബൈതി വബൈന അസ്സഫാ വൽ മർവ വറമ്യുൽ ജിമാർ. തവാഫ്, കഅബയെ തവാഫ് ചെയ്യുക എന്നുള്ളത്, സഫാ മർവക്കിടയിൽ സഈ നടത്തുക എന്നുള്ളത്, അതുപോലെ തന്നെ ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്, ഇതുപോലെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ, ഇബാദത്തിന്റെ ഓരോ ഇനങ്ങൾ അതെല്ലാം നിയമമാക്കിയിട്ടുള്ളത്, അതെല്ലാം നിർണയിച്ചിട്ടുള്ളത് ലിഇഖാമത്തി ദിക്രില്ലാഹ്, അള്ളാഹുവിനുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ഇത്രയും മഹത്തായ ഇബാദത്തിനെ തൗഹീദിന്റെ പൂർത്തീകരണമായി അറിയിക്കുന്ന ഹജ്ജിനെ നിർവഹിക്കുന്നിടത്ത് ഓരോ സന്ദർഭത്തിലും അല്ലാഹു തആല ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഓർക്കണമെന്നാണ്. ഇതാണ് എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം. ഏതൊരു ഇബാദത്തിന്റെയും നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഏതൊരു ഇബാദത്ത് നിയമമാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഓർക്കാനാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് നിർവഹിക്കുന്നവർ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉടനീളം നിലനിർത്തണമെന്നുള്ളത്. ഹജ്ജിന് തൗഫീഖ് ലഭിക്കാത്തവർ, അത് ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനോട് ചോദിക്കുന്നവർ, അവരും അവരുടെ ജീവിതത്തിന്റെ ഇബാദത്തുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ ധാരാളം ഓർക്കുക എന്നുള്ളത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ യൗമുൻ നഹറിൽ കഴിഞ്ഞ് അയ്യാമു തശ്രീഖിലും അല്ലാഹു തആല പറയുന്നുണ്ട് വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. അതെ, ആ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം.
നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഹജ്ജിന്റെ ഓരോ സന്ദർഭത്തിലും, ഓരോ ഘട്ടത്തിലും, ഓരോ സമയത്തിലും, ഓരോ ഇബാദത്തിലും അള്ളാഹു തആല ഓർമ്മിപ്പിച്ചുള്ള കാര്യം അള്ളാഹുവിനെ സ്മരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ ഇബാദത്തുകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തണം. അതിനു വേണ്ടിയാണ് അള്ളാഹു തആല ഇബാദത്തുകളെ നമുക്ക് നിയമമാക്കിയിട്ടുള്ളത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ നിലനിർത്താനാണ് അല്ലാഹു തആല ഇബാദത്തുകൾ നിയമമാക്കിയത് നമ്മൾ മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, അത് നഷ്ടപ്പെടുന്ന ആളുകളുടെ അവസ്ഥയോ? ഇബാദത്തുകളിൽ മാത്രമല്ല, അതല്ലാത്ത സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാതെ വരുന്നൊരവസ്ഥ, അള്ളാഹുവിനെ ദിക്ർ തീരെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, അങ്ങനെയുള്ള ആളുകളുടെ ഖൽബ് അത് ഖസ്വത്ത് ബാധിച്ചതാണ് എന്നും അതിന് ശക്തമായ താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അതെ, ഖൽബിന് കാഠിന്യം ബാധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റിന് യാതൊരു സ്ഥാനവുമില്ലാതെ അത്രത്തോളം കടുത്തുപോയ ആളുകൾക്ക് നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർ വഴികേടിലാണ് എന്ന്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താന. ആരാണോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിപ്പോകുന്നത് അവനൊപ്പം ചേർക്കപ്പെടുന്നത് ഒരു പിശാചിനെയായിരിക്കും. പിന്നീട് ആ പിശാച് അവനെ യഥേഷ്ടം വഴിതെറ്റിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തിന്റെ രഹസ്യമായിട്ടുള്ള, ഇബാദത്തിന്റെ കാമ്പായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താൻ നാം ഏറ്റവും അധികമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഏറ്റവും അധികമായി അതിന് പണിയെടുക്കേണ്ടതുണ്ട്. ഇതാ ഈ ദിവസങ്ങൾ, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും ധാരാളം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് സന്ദർഭത്തിലും, നമ്മുടെ ജോലി സന്ദർഭത്തിലോ നമ്മുടെ കച്ചവട സന്ദർഭത്തിലോ നാം വെറുതെ ഇരിക്കുമ്പോഴോ എല്ലാം നമ്മുടെ നാവിൽ ഏറ്റവും അധികം വർദ്ധിക്കേണ്ട ദിക്റുകളുടെ സമയമാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതിനെ തൊട്ട് അശ്രദ്ധരാകാതെ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസങ്ങളെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ മുൻപന്തിയിലെത്താൻ, അതിലൂടെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും സമാധാനത്തോടും സുരക്ഷിതത്തോടും കൂടി ഹജ്ജ് നിർവഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കപ്പെടുന്ന ഹജ്ജായി മാറ്റുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വരും കാലങ്ങളിൽ അത് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.